അനർഹമായി സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി സർക്കാർ. തട്ടിപ്പ് കാണിച്ചവർക്കെതിരെ വകുപ്പ് തലത്തിൽ അച്ചടക്ക നടപടി എടുക്കുമെന്ന് മുഖ്യമന്ത്രി. കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടപ്പിക്കും. വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കും. ഫേസ് ഒതന്റിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്താനും മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബു ചേരുകയാണ്. ബിനിൽ, എന്തായാലും വാങ്ങിയ പണം തിരിച്ചടക്കുന്നു എന്നത് മാത്രമല്ല, വകുപ്പ് തല നടപടികളിലേക്ക് കൂടി സർക്കാർ കടക്കുകയാണ്. രുചിഷ തീർച്ചയായും നടപടി നേരത്തെ തന്നെ ഉറപ്പിച്ചതാണ്. കർശന നടപടി ഉണ്ടാകുമെന്ന് നേരത്തെ ധനമന്ത്രി പ്രഖ്യാപിച്ചതുമാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു ചേർത്തത്. ആ യോഗത്തിലാണ് ഇത്തരത്തിൽ തീരുമാനമുണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സർക്കാർ ജീവനക്കാരിൽ ഇപ്പോൾ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാരിൽ ഭൂരിഭാഗവും അംഗവൈകല്യമുള്ള ആളുകളാണ്. അവർക്ക് 18 വയസ്സ് മുതൽ ഈ പെൻഷൻ ലഭിക്കും. പക്ഷേ സർക്കാർ സർവീസിൽ വന്ന ശേഷം ആ പെൻഷൻ വാങ്ങരുത്. പക്ഷേ നിലവിൽ അത് വാങ്ങുന്നത് തുടരുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം, സർവീസിൽ കയറിയ ശേഷവും ഈ തുക, ഈ പെൻഷൻ കൈപ്പറ്റുന്നത് അർഹതയല്ല. അതുകൊണ്ട് തന്നെ കർശന നടപടി ഇക്കാര്യത്തിൽ വേണം എന്നാണ് മുഖ്യമന്ത്രി യോഗത്തിൽ അറിയിച്ചിട്ടുള്ളത്. അത് വകുപ്പ് നടപടിയായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. അത് തന്നെ ഈ പെൻഷനിൽ അർഹരെ കണ്ടെത്തുന്നതിൽ കൂടുതൽ ജാഗ്രത പാലിക്കാനും അല്ലെങ്കിൽ പരിശോധന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ മരണപ്പെട്ടവരെ അത് സമയത്ത് മസ്റ്ററിംഗ് നടത്തിയിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചു. അതോടൊപ്പം വാർഷിക മസ്റ്ററിംഗ് ഇക്കാര്യത്തിൽ നിർബന്ധമാക്കും. നേരത്തെ ഈ വരുമാന സർട്ടിഫിക്കറ്റ് കൃത്യമായി തന്നെ 2013 ഫെബ്രുവരിയിൽ അത് കൃത്യമായി വേണം എന്നൊരു നിലപാട് നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷവും അനർഹർ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധന ഇക്കാര്യത്തിൽ ഉണ്ടാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കുമ്പോൾ ഫേസ് ഓതന്റിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്തും. അത് കാര്യങ്ങൾ കൂടുതൽ സുതാര്യമാക്കുമെന്നാണ് മുഖ്യമന്ത്രി ഈ യോഗത്തിൽ അഭിപ്രായപ്പെട്ടത്. എന്തായാലും ഈ പെൻഷൻ വാങ്ങിച്ച അനർഹരായ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി, വകുപ്പ് നടപടി ഉണ്ടാകും. അവർക്ക് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം അല്ലെങ്കിൽ നടപടി ആവശ്യപ്പെട്ടു ഈ യോഗത്തിൽ മുഖ്യമന്ത്രി. ശരി ബിനിൽ.